പഴശ്ശിരാജ തന്നെയാണ്. മമ്മൂട്ടി ആരാധകർ മാത്രമല്ല, കേരളത്തിലെ സിനിമാ പ്രേമികൾ, കേരളത്തിലെ എന്നും പറയാൻ കഴിയില്ല, ഇന്ത്യയിലെ സിനിമാ പ്രേമികൾ ഒട്ടാകെ കാത്തിരിക്കുകയാണ് പഴശ്ശിരാജയുടെ വരവിനായി. പഴശ്ശിരാജയുടെ ആദ്യ സമയത്ത് തന്നെ കാണുക എന്നുള്ള ലക്ഷ്യത്തോടു കൂടി ആരാധകർ ധാരാളമായി ഇപ്പോൾ തന്നെ രാവിലെ 6 മണി മുതൽ തന്നെ തിയേറ്ററുകളിലേക്ക് എത്തുന്നുവെന്നാണ് നമുക്ക് കിട്ടുന്ന റിപ്പോർട്ടുകൾ. ഏതായാലും ഇത് മലയാള സിനിമയെ ലോക സിനിമയുടെ നിലവാരത്തിലേക്ക് എത്തിക്കും പഴശ്ശിരാജ എന്ന തരത്തിലുള്ള വാർത്തകളാണ് വരുന്നത്. അത്തരത്തിലുള്ള പ്രതീക്ഷകളാണ്. ഒരുപക്ഷെ ഒരു പ്രതിഭാ സംഗമം കൂടി മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പഴശ്ശിരാജയിലൂടെ സംഭവിക്കുകയാണ്. ഹരിഹരൻ MT ടീമിനൊപ്പം തന്നെ ONV, റസൂൽ പൂക്കുട്ടി, ഇളയരാജ എന്ന് വേണ്ട സിനിമാ രംഗത്തെ അധികായന്മാരെല്ലാവരും ഒന്നിക്കുന്ന ചിത്രമാണ് പഴശ്ശിരാജ. ഇന്ന് തിയേറ്ററിലെത്തുന്നു. 125 കേന്ദ്രങ്ങളിലാണ് കേരളത്തിൽ ചിത്രം റിലീസ് ചെയ്യുന്നത്. കേരളവർമ്മ പഴശ്ശി തമ്പുരാൻ. കേരളവർമ്മ പഴശ്ശിരാജ എന്ന ധീരയോദ്ധാവിന്റെ കഥയാണ് MTയുടെ തിരക്കഥയിലൂടെ പ്രേക്ഷകരുടെ മുന്നിലെത്തുന്നത്. 27 കോടി രൂപ ചെലവിൽ നിർമ്മിച്ച ചിത്രം മലയാളത്തിൽ ഇതുവരെ നിർമ്മിച്ചതിൽ വെച്ച് ഏറ്റവും ചെലവേറിയതാണ്. പ്രധാന വേഷത്തിലെത്തുന്ന മമ്മൂട്ടിയെ കൂടാതെ തമിഴ് നടൻ ശരത് കുമാർ, മനോജ് K. ജയൻ, സുരേഷ് കൃഷ്ണ, തെലുങ്ക് നടൻ സുമൻ എന്നിവർ മറ്റു വേഷങ്ങളിൽ എത്തുന്നു. പത്മപ്രിയയും കനിഹയുമാണ് നായികമാർ. കൂടാതെ നിരവധി വിദേശ നടന്മാരും 100 കണക്കിന് ജൂനിയർ ആർട്ടിസ്റ്റുകളും ചിത്രത്തിൽ അണിനിരക്കുന്നു. സാങ്കേതികതയുടെ കാര്യത്തിലും പഴശ്ശി മുന്നിട്ട് നിൽക്കുന്നു. ഓസ്കർ ജേതാവ് റസൂൽ പൂക്കുട്ടിയാണ് ചിത്രത്തിന്റെ ശബ്ദലേഖനം നിർവഹിച്ചിരിക്കുന്നത്. സംഗീത ചക്രവർത്തിയായ ഇളയരാജയാണ് ഗാനങ്ങൾക്ക് ഈണം നൽകിയിരിക്കുന്നത്. കോടികൾ മുടക്കി കഥയ്ക്ക് അനുയോജ്യമായ സെറ്റിട്ടിരിക്കുന്നത് മുത്തുരാജാണ്. ഡിജിറ്റൽ ഫോർമാറ്റിലാണ് പ്രിന്റുകൾ ഇറക്കിയിട്ടുള്ളത്. കേരളത്തിലെ മികച്ച തിയേറ്ററുകളാണ് റിലീസിംഗ് സെന്ററായി തിരഞ്ഞെടുത്തിട്ടുള്ളത്. ബാംഗ്ലൂരിലെ മൾട്ടിപ്ലക്സിലും ചിത്രം റിലീസ് ചെയ്യുമെന്നാണ് സൂചന. ഇതുകൂടാതെ മമ്മൂട്ടിയുടെ ആരാധകർ ചിത്രത്തിന് വൻ വരവേൽപ്പ് നൽകാൻ ഉദ്ദേശിക്കുന്നതോടെ പഴശ്ശിരാജയുടെ റിലീസ് ആഘോഷമാക്കാനുള്ള തയ്യാറെടുപ്പിലാണ്